ഒരുപാട് കടങ്ങളുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ? ചില ആളുകൾക്ക് ചെറിയ ചെറിയ കടങ്ങളായിരിക്കാം, എന്നാൽ ചില ആളുകൾക്കോ വലിയ വലിയ കോടികൾ കടമുണ്ടാവും. എങ്ങനെയാണ് ഈ കടം വന്നതെന്ന് ചില ആളുകൾക്ക് അറിയൂല. അള്ളാഹു നമ്മുടെയൊക്കെ കടങ്ങൾ വീട്ടി തരട്ടെ. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ആളുകൾക്കും കടമുണ്ടാവും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ചില കടങ്ങൾ നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കും അല്ലേ? ചില കടങ്ങൾ നമ്മുടെ സമാധാനം ഇല്ലാതാക്കും. എന്നാൽ ചിലത് നമ്മളങ്ങനെ നോർമലായിട്ട് അങ്ങനെ വീട്ടിൽ പോകും. ചില ആളുകൾക്ക് കടം മേടിച്ചാൽ കൊടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കൊടുക്കാൻ കയ്യിൽ കാശ് കിട്ടൂല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അമല്, നമുക്ക് എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും അത് വീട്ടി കിട്ടാൻ, അത് നിഷ്പ്രയാസം ഒന്ന് വീടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അമലാണ്. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൻ്റെ ബർക്കത്തോട് വീട്ടി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, നമ്മുടെ രാഷ്ട്രങ്ങളൊക്കെ വളരെ ഭീതിയിലാണ്. രാജ്യങ്ങൾ എല്ലാം വളരെ ടെൻഷനിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്നു യുദ്ധങ്ങളും യുദ്ധ കോലാഹലങ്ങളും. അള്ളാഹു നമ്മുടെ നാടിനും നമ്മുടെ അയൽ രാജ്യങ്ങൾക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് കടമുണ്ടോ? നിങ്ങളൊരു കടബാധിതനാണോ? ബാങ്കിൽ ലോണ്, ഗോൾഡ് ലോണ്, നമ്മൾ വായ്പ മേടിച്ച പണം നല്ല സ്നേഹത്തോടു കൂടി നമുക്ക് തന്നതായിരിക്കാം, പക്ഷേ അതേപോലെ സ്നേഹത്തോടു കൂടി തിരിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? അതാണ് കടം. ഒരുപാട് ആളുകളുടെ ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കടം. അയൽവാസിയെ തമ്മിൽ തല്ലിപ്പിക്കുന്നത്, കുടുംബത്തിൽ വളരെ വേണ്ടപ്പെട്ട എളാപ്പ മൂത്താപ്പ മക്കളെ തമ്മിൽ തല്ലിച്ചത്, സ്വന്തം ജ്യേഷ്ഠൻ അനുജനെ തല്ലിയതും അനുജൻ ജ്യേഷ്ഠനെ തല്ലിയതും, വാപ്പയും ഉമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം, ഇതിനൊക്കെ കാരണം പണമാണ്, സ്വത്ത്. കടം കൊടുത്തതിൻ്റെ പേരിൽ, കടം മേടിച്ചതിൻ്റെ പേരിൽ ഒരുപാട് എത്രയോ നല്ല നല്ല ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എത്ര വലിയ കടമാണെങ്കിലും ഇൻഷാ അല്ലാഹ് അത് വീടിക്കിട്ടാൻ വേണ്ടി നല്ല ഒരു അമല് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ അമല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാരൊക്കെയാണോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു അമലിൻ്റെ ബറക്കത്ത് കൊണ്ട്, നമ്മൾ ഇതിൽ ഓതുന്ന ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയും ഈ ഖുർആനിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നിങ്ങളുടെ കടം, അത് എത്ര വലിയ മല പോലെയുള്ള കടമാണെങ്കിലും വെറും മഞ്ഞുപോലെ അത് ഉരുകിപ്പോകുന്ന വിധത്തിൽ അള്ളാഹു ആക്കിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ഇതിന് നമുക്ക് വേണ്ടത് ഒരു പേപ്പർ, നല്ല വൃത്തിയുള്ള ഒരു പേപ്പർ വേണം. അതുപോലെ തന്നെ നമുക്ക് കറുപ്പ് മഷി പേന വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പച്ച പട്ടുനൂലാണ് വേണ്ടത്. പട്ടുനൂല് നമുക്ക് വേണ്ടത് ഒരു പച്ച പട്ടുനൂലാണ്. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് ഈ അമല് ചെയ്യാൻ പറ്റും. വ്യാഴാഴ്ച ദിവസം, വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം അല്ലെങ്കിൽ വെള്ളിയാഴ്ച സുബഹിക്ക്. എല്ലാ അമലും നമ്മൾ പറയുമ്പോൾ അതിലൊക്കെ പറയുന്നതാണ് എന്ത്? തഹജ്ജുദ് നിസ്കാരം, ഖളാഹുൽ ഹാജത്ത് നിസ്കാരം, അതുപോലെ തന്നെ അമല് തുടങ്ങുന്നതിന് മുമ്പ് സ്വലാത്ത്. ഇതെല്ലാം അമലും നമ്മൾ പറയുന്നതാണ്. ഇത് നിങ്ങൾ ചെയ്തിട്ട് വേണം നമ്മുടെ അമല് ചെയ്യാൻ. ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച സുബഹിക്ക് എണീച്ച്, സുബഹിൻ്റെ മുമ്പ് എണീച്ച് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത്, കാരണം നമ്മളൊരു പ്രത്യേക ആവശ്യത്തിനാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ല ദുആ ചെയ്ത്, ഇനി പകലാണെങ്കിൽ ഖളാഹുൽ ഹാജത്ത് നിസ്കരിച്ച്, ഹാജത്ത് ആഗ്രഹം നിറവേറാൻ വേണ്ടിയുള്ള നിസ്കാരം, ഹാജത്ത് നിസ്കാരം, അത് നിർവഹിച്ച് നല്ല ഇഖ്ലാസോടുകൂടി ആ നിസ്കാരപ്പായലിരുന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പറയണം. അള്ളാഹു സ്വീകരിക്കട്ടെ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഒരുപാടൊന്നും ഓതാനും ചൊല്ലാനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അമലാണ് ഈ അമല്. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് നിങ്ങൾ വൃത്തിയിൽ എന്ത് ചെയ്യണം,
ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതണം. ഒന്നാമതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഒരു ദുആ ആണ്. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدهن وقهر الرجال. ഈ ഒരു ദുആ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വെള്ള പേപ്പറിൽ നല്ല വൃത്തിയിൽ എഴുതുക. ഈ ദുആ നിങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഇത് എഴുതിയതിന് ശേഷം ഇതിനടിയിൽ അല്ലെങ്കിൽ ഈ എഴുതിയ ദുആക്ക് ചുറ്റുഭാഗത്തും യാ ഫത്താഹ് യാ ഫത്താഹ് യാ ഫത്താഹ് എന്ന് 21 തവണ എഴുതുക. ഇത് എഴുതിയതിന് ശേഷം ഞാനൊരു ഉദാഹരണം കാണിക്കാം. ഇതിൽ നമ്മളിപ്പോൾ എഴുതിയതിന് ശേഷം ഇതൊന്ന് യാ ഫത്താഹ് എന്നുള്ളത് എഴുതിയതിന് ചുറ്റുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, റൗണ്ട് ഇട്ടിട്ട് അതൊന്ന് കള്ളിയൊന്ന് പൂർത്തീകരിക്കുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം മടക്കിയതിന് ശേഷം പച്ച പട്ടുനൂലെടുക്കുക. എൻ്റെ കയ്യിൽ പച്ച പട്ടുനൂലില്ല, തൽക്കാലം ഞാൻ നിങ്ങൾക്ക് സാധാ ഒരു കറുപ്പ് നൂല് കൊണ്ട് കാണിച്ചു തരാം. ഇതൊരു സൂചിയിൽ നൂല് കോർത്തതാണ്. സാധാ നൂല് നമ്മൾ ഈ പേപ്പറിലൊന്നിങ്ങനെ ചുറ്റുക. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യണം കേട്ടോ. ഫുള്ളായിട്ട് ഈ വെള്ള കാണാത്ത രീതിയിൽ മൊത്തത്തിൽ പച്ച പട്ട് നൂല് കൊണ്ടാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ അത്തറൊക്കെ പൂശി നല്ല വൃത്തിയിൽ ഈ പേപ്പർ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കാം, പണമിടുന്ന പെട്ടിയിൽ സൂക്ഷിക്കാം, എവിടെയും സൂക്ഷിക്കാം. നമുക്കിവിടെ ചെയ്യേണ്ടത്, ഇത് ചെയ്തു വെച്ചതിന് ശേഷം ദിവസം ഇത് കയ്യിലെടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ദുആ അതെന്ത് ചെയ്യുക, 7 തവണ ഈ ദുആ ചെയ്യുക. ശേഷം യാ ഫത്താഹ് യാ അള്ളാഹ് എന്നുള്ളത് 21 തവണയും ചൊല്ലുക. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തീരും. ചൊല്ലി നിങ്ങളത് പോക്കറ്റിൽ സൂക്ഷിക്കുക. ഇൻഷാ അള്ളാഹ് മറഞ്ഞു കിടക്കുന്ന എന്തൊക്കെ സഹായങ്ങളുണ്ടോ, ഏത് രീതിയിലാണ് അള്ളാഹു നിങ്ങളുടെ കടം വീട്ടാൻ തീരുമാനിച്ചത്, അതിനുള്ള വഴി എത്രയും പെട്ടെന്ന് പടച്ച റബ്ബ് ഒരുക്കി തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹു വലിയ ഫലം തരട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അള്ളാഹ് നല്ല അമലും കൊണ്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.